എത്ര നാളായി കൊതിച്ചിട്ടുണ്ടാകും. അതാണ് സണ്ണി ജോസഫ്, വി.ഡി. സതീശൻ, കൊടിക്കുന്നിൽ സുരേഷ്, രമേശ് ചെന്നിത്തല, അവരെല്ലാം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാവരും വലിയ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ്. ഇന്ദിരാഭവന് മുന്നിൽ ഇപ്പോൾ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് തടിച്ചുകൂടിയിട്ടുള്ളത്. അവരവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ത്രിവർണ്ണ മാതൃകയിലുള്ള കേക്ക് മുറിച്ചുകൊണ്ട്, അതായത് പാർട്ടി കൊടിയുടെ മാതൃകയിലുള്ള കേക്ക് മുറിച്ചുകൊണ്ട് അവർ മധുരം ചന്ദ്രൻ തില്ലങ്കേരി മട്ടന്നൂരിൽ മുന്നിൽ മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി മുന്നേറ്റങ്ങൾ, അതായത് പിന്നിൽ പോയിരിക്കുന്നത് അത് ശക്തമായ വികാരമാണ്. അത് കെ ശൈലജയെ പണി കൊടുത്തതിനുള്ള പ്രവചിക്കാൻ പറ്റാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തരംഗമല്ല ഇത്. ഇതൊരു സുനാമി പോലെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അത്രമേൽ വലിയ തിരിച്ചടി LDF-നെ വലിയ തിരിച്ചടി തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മറച്ചുവെക്കുന്ന തരത്തിലുള്ള വലിയ തിരിച്ചടി, അതും പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളിൽ ആണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ധർമ്മടത്ത് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞെട്ടിക്കുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ 3853 വോട്ടുകൾക്ക് കോട്ടകളാണ്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും രാഷ്ട്രീയ എതിരാളികൾക്ക് പിടികൊടുക്കാത്ത കോട്ടകളിൽ ഇതാ UDF-ന്റെ പടയോട്ടമാണ് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി 742 വോട്ടുകൾക്ക് ഈ റൗണ്ടിൽ മുന്നിട്ട് നിൽക്കുന്നു. മട്ടന്നൂരിൽ TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 3835, തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 3835, തളിപ്പറമ്പിൽ കോട്ടകളിലെ അപ്രമാദിത്വം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള മധുസൂദനെ കുഞ്ഞികൃഷ്ണൻ വിറപ്പിക്കുന്നു. കഴക്കൂട്ടത്ത് ഈ വലിയ തിരിച്ചടിയിലും കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു എന്നൊരു ആശ്വാസകരമായ വാർത്ത. അപ്പോഴും രേണു, അവിടെ ഇനി യഥാർത്ഥ കണക്ക് പുറത്തു വരേണ്ടതുണ്ട്. കാരണം കടകംപള്ളി കഷ്ടിച്ച് കയറുന്നുവെങ്കിൽ അത് BJP ചോർത്തിയ വോട്ടുകളാണോ എന്നതാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ വിജയവും എത്രത്തോളം ആശ്വാസം നൽകും ഒരു പക്ഷേ വിജയിച്ച എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവാകാൻ തിരിച്ചു വരുന്നു. 310 വോട്ടിന്റെ ലീഡ് 7 റൗണ്ട് പൂർത്തിയാകുമ്പോൾ പ്രതിപക്ഷ നേതാവാകാൻ ആരെങ്കിലും വേണ്ടേ? പൊടി പോലുള്ള ആരെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് വേണ്ടേ? ആരെങ്കിലും ജയിച്ചു പോട്ടനെ. കടകംപള്ളി എങ്കിൽ കടകംപള്ളി. അപ്പൊ മധുസൂദന്റെ ലീഡ് പയ്യന്നൂരിൽ 310 കുറഞ്ഞു. വീണ്ടും പുറത്തേക്ക് വരുന്നോ മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നറിയില്ല. എന്തായാലും 4-5 റൗണ്ടുകൾ സതീശൻ സാധാരണ സംസാരിക്കാറില്ല. ഫലം മൊത്തം പുറത്തു വന്ന ശേഷമാണ് അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പുകളുടെ അവസാനവും. രഞ്ജിത, സതീശൻ മാത്രമല്ല, ആരും സംസാരിച്ചിട്ടില്ല. അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും പാർട്ടി ആസ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പ്രതികരണം തന്നിട്ടില്ല. മറിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി മാത്രമാണ്. ഇത്ര അച്ചടക്കമുള്ളവരോ ഈ പാർട്ടി നേതാക്കൾ എന്ന് അത്ഭുതം കൂറേണ്ട മണിക്കൂറുകളാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തർക്കമടക്കം തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷം കണ്ട കേരളത്തിലാണ് ഈ നിശബ്ദത. അതും പടുകൂറ്റൻ വിജയമാണ്. എന്തോ വരാനുണ്ട് വരാനിരിക്കുന്നതിന്റെ നാന്ദിയാണ് ഈ നിശബ്ദത എന്നുള്ളത് സംശയമില്ല. KPCC ആസ്ഥാനത്ത് ആഘോഷത്തിന് അപ്പുറത്തേക്ക് ചില പൊട്ടിത്തെറികൾക്കുള്ള സൂചന ഈ നിശബ്ദതയിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു ആ ചെറിയ കേക്ക് എത്ര പേർക്ക് വീതിച്ചു കൊടുത്താലാണ് എന്ന്. ഇനി അങ്ങനെയാണ് ആ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് എത്ര പേർക്കായി ഇത് വീതിക്കാൻ പറ്റുമെന്ന മറ്റൊരു വിഷയം ഒരുപക്ഷെ കോൺഗ്രസ് വരും മണിക്കൂറുകളിൽ നേരിട്ടേക്കാം. പക്ഷെ അപ്പോഴും ഇത് പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ എല്ലാ സ്ട്രാറ്റജിയും UDF-ന് വിജയിച്ചെടുക്കാൻ സാധിച്ചു എന്നതിനെ ചെറുതായി കാണാൻ സാധിക്കില്ല. ഉറപ്പായിട്ടും ഇടത് കോട്ടകളെ തകർത്തുകൊണ്ടാണ് UDF-ന് മുന്നേറ്റം എന്നുള്ള സംശയമില്ല. ക്യാപ്റ്റനും കപ്പിത്താനും കപ്പലും മുങ്ങുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭരണം തുടർച്ചയായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച LDF-ന്റെ കണക്കുകൂട്ടലുകൾ അത് കണക്ക് പഠിക്കാത്ത സ്കൂളിൽ നിന്നായിരുന്നു എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത് എന്നാണ്. എക്സിറ്റ് പോളിലെ കണക്കുകൾ തെറ്റി LDF-ന്റെ കണക്കും പാളിപ്പോയി എന്ന് വ്യക്തമാവും. ഒരു കാര്യം വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന കൃത്യമായ ഒരു സന്ദേശമുണ്ട്. വികസനം 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 എന്നത് മാത്രമല്ല കേരളത്തിന്റെ പൊതുജനങ്ങൾക്ക് ആവശ്യം. മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കൾ
ജനങ്ങൾ അവർ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാണെങ്കിലും പുലർത്തേണ്ട സമീപനത്തിന് നൽകുന്ന മറുപടി കൂടിയായി വേണം ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ എന്നതാണ്. അതുകൊണ്ടാണ് കണ്ണൂരിലെ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഘട്ടത്തിൽ മാത്രമല്ല 5 റൗണ്ടുകൾ എണ്ണുമ്പോഴും പിന്നിൽ പോകേണ്ടി വരുന്നത്. അതേ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തല്ലിച്ചതച്ച UDF-ന്റെ നേതാവ് അതും ഇടതുകോട്ടയിൽ ഇപ്പോൾ മുന്നേറ്റം നടത്തുന്നത്. അവിടെയാണ് എൽദോ CPM-നെ പോലെ ഇടതുപക്ഷത്തെ പോലെ ഒരു പാർട്ടി ജനങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കണം, നിങ്ങൾ വികസനം മാത്രം വിളമ്പിയാൽ പോരാ, ജനങ്ങളോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന സന്ദേശം ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. തലശ്ശേരിയിൽ കാരായി രാജൻ മുന്നിട്ട് നിൽക്കുന്നുണ്ട്, കൂത്തുപറമ്പിൽ PK പ്രവീൺ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കോട്ടകളിൽ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ധർമ്മടത്ത് പിന്നിൽ പോകുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂരിൽ പിന്നിട്ട് പോകുന്നത്, തളിപ്പറമ്പിൽ പിന്നോട്ട് പോകുന്നത്. എന്തോ ഉറപ്പായിട്ടും തവനൂരിൽ 6 റൗണ്ടിൽ പിന്നിട്ടപ്പോൾ ലീഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.